ഹലോ ഗേയ്സ്, നമുക്കിന്നൊരു അമ്പഴം അച്ചാറുണ്ടാക്കാം. ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു അമ്പഴ മരമുണ്ട്. അതിൽ ഒത്തിരി അമ്പഴം ഇടയ്ക്കിടയ്ക്ക് കായ്ക്കും. അതിൽ നിന്ന് മോള് അമ്പഴം പിച്ചിക്കൊണ്ട് വന്ന് അത് നമുക്കൊന്ന് അച്ചാറിട്ടാലോ? അമ്പഴത്തിന് അച്ചാറിടാൻ ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അമ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മാങ്ങ അരിയണത് പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ അമ്പഴം നമുക്കൊരു തിളച്ച വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്നിട്ട് അതൊരു അരിപ്പയ്ക്കകത്ത് ഊറ്റിയെടുക്കാം. അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറാനായിട്ടാണ്. അല്ലെങ്കിൽ അച്ചാറിടുമ്പോൾ ഒരു അമ്പഴത്തിൻ്റെ ഒരു കയർപ്പ് വരും. അതിൽ ഊറ്റിയെടുത്ത അമ്പഴം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവ എന്നിവ എടുക്കാം. എന്നിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് മൂത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. വറ്റൽമുളക് ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ഇട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവ എന്നിവ ഇട്ട് ഇളക്കാം. മുളക് പൊടി, അതിനാവശ്യമായ മുളക് പൊടികളെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ അമ്പഴം ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഉപ്പിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അമ്പഴം ഇട്ട് കൊടുക്കാം. ഇനി അമ്പഴം ഇട്ട് കൊടുക്കാം. അമ്പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഗ്യാസ് ആവശ്യമില്ല. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ അച്ചാർ റെഡി. അങ്ങനെ നമ്മളെ അമ്പഴം അച്ചാർ റെഡി. അമ്പഴം ഉണ്ടെങ്കിൽ ആരും വെറുതെ കളയല്, അച്ചാർ ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മോള് കഴിച്ച് നോക്കുക. ഇച്ചിരി പുളിയുണ്ട്, സൂപ്പറാണ്.